ഹൈ ഗൈസ്, ദേവദർശിനി ആഹാരത്തിലെ ഔഷധ ഗുണങ്ങൾ എന്ന കഥാപുസ്തകത്തിലെ ഉള്ളടക്കം നമുക്ക് നോക്കാം. അമരക്കായ, അയമോദകം, അരി, ഇഞ്ചി, ഈത്തപ്പഴം, ഉരുളക്കിഴങ്ങ്, ഉലുവ, ഉഴുന്ന്, ഇലംവകം, ഏലക്കായ, എള്ള്, ഓറഞ്ച്, കടല, കടുക്, കരിഞ്ജീരകം, കശുവണ്ടി, കറിവേപ്പില, കാപ്പി, കായം, കമ്പുളങ്ങ, കുരുമുളക്, കൂണ്, കാരറ്റ്, കൈതച്ചക്ക, കൈപ്പക്ക, കൊത്തമല്ലി, കോളിഫ്ലവർ, കോവയ്ക്ക, കോഴിമുട്ട, ഗോതമ്പ്, ചക്ക, ചായ, ചീര, ചുരക്ക, ചുവന്നുള്ളി, ചെറുനാരങ്ങ, ചെറുപയർ, ചേന, ജാതിക്കയും ജാതിപ്രാതിയും, ജീരകം, തക്കാളി, തണ്ണിമത്തൻ, തേൻ, നാളികേരം, നിലക്കടല, നെല്ലിക്ക, നേന്ത്രപ്പഴം, പടവലങ്ങ, പപ്പായ, പറങ്കിമുളക്, പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ്, പുതിന, പുളി, പേരക്ക, ബദാം, ബീട്രൂട്ട്, മഞ്ഞൾ, മണത്ത തക്കാളി, മത്തങ്ങ, മരച്ചീനി, മാങ്ങ, മാതളനാരങ്ങ, മാംസം, മത്സ്യം, മുട്ടക്കോസ്, മുതിരിങ്ങ, മുരിങ്ങക്കായും ഇലയും, മുള്ളങ്കി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, വെള്ളരി, വെള്ളുള്ളി, സബോള. ഈ പുസ്തകങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സാ രീതിയിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം പ്രയോജനപ്പെടുത്തുക. പ്രധാനങ്ങളാണ്. നമുക്ക് രോഗങ്ങളും അതിൻ്റെ ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റും. അത്രയേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.